Dr. N.K. Mohammed Memorial, MES Central School, Valancheri. Admissions for 2025-26 are now open. Experience a truly unique educational journey from our nurturing Montessori to challenging Class 12. Our interactive classrooms and friendly atmosphere create the perfect learning environment. Our dedicated teachers provide exceptional guidance. Enjoy the spacious classroom and state-of-art labs. And for our tiny tots, our innovative House of Montessori offers hands-on learning. Explore a world of diverse CCA activities. Make the wise choice for your child's education. കുറ്റിപ്പുറം ചെമ്പിക്കൽ നിളയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിള സംരക്ഷണ സമിതി രൂപീകരിച്ചു. നിളാതീരത്ത് വെച്ച് നടന്ന യോഗത്തിൽ വാർഡ് മെമ്പർ ഫസീന അഹമ്മദ് കുട്ടി അധ്യക്ഷയായി. യോഗത്തിൽ കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ആശാ വർക്കർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ റംസാൻ മാസത്തിൽ നോമ്പുതുറയുടെ പേരിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ കൂട്ടമായി നിളയിലെത്തുകയും ഭക്ഷണം കഴിച്ച അവശിഷ്ടങ്ങൾ പുഴയിലും സമീപ പ്രദേശങ്ങളിലും തള്ളുകയും ചെയ്തിരുന്നു. തന്മൂലം നദി മലിനമാകുകയും നദിയിലാകെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ചിന്നിച്ചിതറി കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. ഇങ്ങനെയൊരു അവസ്ഥ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് നിളാതീരത്ത് വെച്ച് നിള സംരക്ഷണ സമിതി യോഗം ചേർന്നത്. ഇതിന്റെ തീരുമാനപ്രകാരം പുഴയിലേക്ക് ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ കമ്പിവേലികൾ സ്ഥാപിക്കാനും ഭക്ഷണ പദാർത്ഥങ്ങളുമായി പുഴയിലേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും നിലയിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ നിക്ഷേപിക്കരുതെന്നും അടങ്ങിയ നിർദ്ദേശ ബോർഡുകൾ സ്ഥാപിക്കാനും തീരുമാനമായി. തീരുമാനങ്ങൾ മറികടന്ന് പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചു. പ്രദേശത്ത് ഇടയ്ക്കിടെ പഞ്ചായത്ത് അധികൃതർ, പോലീസ്, ഹെൽത്ത്, ഇറിഗേഷൻ എന്നിവ അടങ്ങുന്ന ഒരു ടീമിന്റെ പെട്രോളിംഗ് നടത്തണമെന്നും തീരുമാനമായി. ചെമ്പിക്കൽ നിളാതീരത്ത് കച്ചവടം നടത്തുന്ന കടകളിലും മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഹരിതകർമ്മസേനയ്ക്ക് നൽകി സഹകരിക്കണമെന്നും പുഴയിൽ നിക്ഷേപിക്കരുതെന്നും നിർദ്ദേശം നൽകുകയും ചെയ്തു. പ്രദേശത്തെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന നിള സംരക്ഷണ സമിതിയുടെ മീറ്റിംഗിന്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ വാർഡ് മെമ്പർ ഫസീന അഹമ്മദ് കുട്ടിയും പഞ്ചായത്ത് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിലെ ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, നാട്ടുകാർ എല്ലാവരും ചേർന്ന് നിളയോരം പ്രദേശം വൃത്തിയാക്കി. കൂടാതെ പല ഭാഗങ്ങളിലും നിർദ്ദേശങ്ങൾ അടങ്ങിയ ബോർഡുകളും സ്ഥാപിച്ചു. നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പഞ്ചായത്ത് ചെമ്പിക്കൽ എന്ന പ്രദേശത്ത് പുഴയിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ നോമ്പ് സമയങ്ങളിൽ പുഴയിൽ ധാരാളമായി വിശ്വാസികൾ ഇറങ്ങുകയും നോമ്പ് തുറക്കുകയും ഭക്ഷണ പദാർത്ഥങ്ങളുടെ വേസ്റ്റും മറ്റുമൊക്കെ പുഴയിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അധികാരികൾ നമ്മളോട് സംസാരിക്കുകയാണ്. നാട്ടുകാരും അധികാരികളും ഒക്കെ ഉണ്ട്, പഞ്ചായത്ത് മെമ്പർ, സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ. സാർ, എന്താണ് ഇവിടെ ഇനി ഇപ്രാവശ്യം നമ്മൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? കുറ്റിപ്പുറം പഞ്ചായത്തും ഇറിഗേഷനും പോലീസും അതേപോലെ ആരോഗ്യ വിഭാഗവും ചേർന്ന് സംയുക്തമായ ഒരു പെട്രോളിംഗ് ആണ് ഈ 30 ദിവസങ്ങളിൽ ഉദ്ദേശിക്കുന്നത്. നോയമ്പ് സമയങ്ങളിൽ സാധാരണഗതിയിൽ പുറത്തുനിന്നുള്ള ഈ നാട്ടുകാരല്ല, പുറത്തുനിന്നുള്ള ആൾക്കാർ പാചകം ചെയ്ത ഫുഡുമായിട്ട് വന്ന് നിളയെ മുറിച്ച് കിടന്ന് നിളയുടെ കയറി ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുകയും അവ വേസ്റ്റുകൾ അവിടെ തന്നെ നിക്ഷേപിക്കുകയും ചെയ്യുന്നൊരവസ്ഥ പല നാടുകളായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിനെ തടയുന്നതിൻ്റെ ഭാഗമായി പഞ്ചായത്തും ഈ പറയപ്പെട്ട ടീമുകൾ, ഇറിഗേഷനും പോലീസും അതേപോലെ ഹെൽത്തും കൂടെ ചേർന്നുള്ള സംയുക്ത പെട്രോളിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിലവിൽ ഈ കടവിൽ വണ്ടികൾ പാർക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ചെങ്ങലകൾ സ്ഥാപിക്കുകയും അതേപോലെ നോട്ടീസുകൾ വിതരണം ചെയ്യുകയും ജനങ്ങളെ അവബോധം നടത്തുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇറങ്ങുന്നവർക്കെതിരെ ശക്തമായ നടപടികളും പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഉള്ളൊരു മീറ്റിംഗാണ് ഇന്ന് കൂടിയിരിക്കുന്നത്. സാധാരണഗതിയിൽ നോയമ്പിൻ്റെ ഈ ആത്മീയത നോയമ്പിൻ്റെ ആത്മീയത നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ ശുചിത്വം ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ നോമ്പുകാരുടെ പ്രത്യേകമായ സംരക്ഷിക്കൽ പ്രത്യേക കടമയാണ്. അതിനെ ഒരു നല്ല മാസത്തിൽ, അതായത് നോയമ്പ് പിടിച്ചുകൊണ്ടുണ്ട് ആ നിളയെ വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് നിളയെ കുടിവെള്ളത്തിനെ മോശമാക്കുന്ന പ്രവൃത്തികളാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് കൂടുതലും ഈ നാട്ടുകാരല്ല, പുറം നാട്ടുകാരാണ്. അവിടെ അത് ഇല്ലാതാക്കാനുള്ള ഒരു പരിശ്രമമാണ് ഞങ്ങളെല്ലാവരും കൂടെ നടത്തുന്നത്.